SSLC ഓണം എക്സാം ഈ കുട്ടികൾക്ക് മാർക്ക് കുറയും, അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഏതാണ് ആ കുട്ടികൾ എന്നറിയാൻ വന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആ കുട്ടി ആവാതിരിക്കട്ടെ. 4.5 ലക്ഷം വരുന്ന കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ആ കുട്ടികളിൽ ഈ പറയുന്ന കുട്ടികൾ തോൽക്കുമെന്ന് MSN എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾക്കറിയോ, ഓണപ്പരീക്ഷയുടെ പോർഷൻസ് ചില്ലറയല്ല. SSLC ഓണം എക്സാമിന് ഫിസിക്സിൽ നിന്ന് മാത്രമായി 3 ചാപ്റ്റേഴ്സ്, കെമിസ്ട്രി 3, മാത്സ് 4, ബയോളജി 3, ഹിസ്റ്ററി 4, ജോഗ്രഫി 3, ടോട്ടൽ 5 സയൻസ് സബ്ജക്റ്റുകളിൽ നിന്ന് 20ഓളം ചാപ്റ്റേഴ്സുകളാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷയ്ക്കുള്ളത്. നിങ്ങൾ പഠിച്ചോ? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ആർക്ക് പറയാൻ പറ്റും സാർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തു, ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു, ഒരുപാട് യൂണിറ്റ് എക്സാമുകൾ ഞാൻ എഴുതി നോക്കി, ഓണപ്പരീക്ഷയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഞാൻ അനലൈസ് ചെയ്ത് നോക്കി, ഒന്നും ഒരു പിണ്ണാക്കുങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. കാര്യം എന്താണെന്നറിയോ, നിങ്ങൾക്കറിയില്ല എങ്ങനെ പഠിക്കണം എന്നുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓണപ്പരീക്ഷ ഉണ്ട്. സ്കൂളിൽ എന്താ നടക്കുന്നത്? സ്കൂളിൽ നടക്കുന്നത് ഓണപ്പരീക്ഷയുടെ പോർഷൻസ് തീർക്കുന്ന ചടങ്ങാണ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൻ്റെയും ഓഗസ്റ്റിൻ്റെ ഫസ്റ്റ് വീക്കിലൊക്കെ ഒരുപാട് മഴക്കെടുതികൾ കാരണം ഒരുപാട് ലീവുകൾ പോയപ്പോൾ ടീച്ചേഴ്സിന് എടുത്ത് തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ പല സ്കൂളുകളിലും ചാപ്റ്റേഴ്സ് നീങ്ങുന്ന അതേ കൂടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററുകളുടെ യൂണിറ്റ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പല സ്കൂളുകളിലും. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുട്ടികൾ കൺജസ്റ്റഡ് ആണ്, കുട്ടികൾക്ക് പറ്റുന്നില്ല. SSLC ഒരു ഓണപ്പരീക്ഷ വരുന്നുണ്ട് എന്നുള്ള ടെൻഷനോടെ നിൽക്കുന്ന സമയത്ത് പഠിക്കാതെ പോയിട്ടാണ് സ്കൂളുകളിൽ ചെന്നിട്ട് ഓണപ്പരീക്ഷ എഴുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെ വന്നാലും സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 12 വരെ ഈ പറയുന്ന ഓണപ്പരീക്ഷ നടക്കില്ലടാ ചെറുപ്പക്കാരി. ആ ഓണപ്പരീക്ഷയ്ക്ക് ഈ പറയുന്ന ഇത്രയും ചാപ്റ്റേഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനില്ലേ? നോക്കിക്കേ, ഇതിൽ തന്നെ മാത്സ് പരീക്ഷ 2.5 മണിക്കൂറാണ്, 2 മണിക്കൂർ 30 മിനിറ്റും. 80 മാർക്കിനുള്ള പരീക്ഷയാണ് മാത്സ്. ഈ പറയുന്ന ഹിസ്റ്ററിയും ജോഗ്രഫിയും 80 മാർക്കിനാ. ആ 80-ൽ 72 മാർക്ക് കിട്ടിയാലേ തനിക്ക് A+ കിട്ടുള്ളൂ. ഈ വർഷവും ഗ്രേഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടില്ല. മേ ബി മാർക്ക് സിസ്റ്റം കൊണ്ടുവന്നാലോ പറയാൻ പറ്റൂല. SSLCയുടെ ടൈം ടേബിൾ ഇതുവരെ, മെയിൻ എക്സാമിൻ്റെ ടൈം ടേബിൾ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ ടൈം ടേബിൾ പോലും ഡ്രാഫ്റ്റ് ടൈം ടേബിളേ വന്നിട്ടുള്ളൂ. പക്ക ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തൊരു ടൈം ടേബിൾ ഈ ഒരാഴ്ചയെ വരുള്ളൂ, ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ വന്ന ടൈം ടേബിൾ പ്രകാരം ഫിസിക്സും കെമിസ്ട്രിയും ഒരു ദിവസമാണ്, ബയോളജിക്ക് ഗ്യാപ്പില്ല, മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നേരെ പിറ്റേ ദിവസം മാത്സ് ആണ് വരുന്നത്, സെപ്റ്റംബർ 4-ാം തീയതി. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നം വരാനുണ്ട്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും ഒരേ ദിവസം വരുന്നു, ബയോളജി പരീക്ഷയ്ക്ക് പഠിക്കാൻ ഗ്യാപ്പില്ല. മാത്സ് പരീക്ഷ വരുന്നത് ഇംഗ്ലീഷിൻ്റെയും ഫസ്റ്റ് ലാംഗ്വേജിൻ്റെയും നടുവിലാണ്, ഗ്യാപ്പില്ല. മാത്സിൽ 4 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. നിങ്ങൾ എവിടെ എത്തിയടാ? നിങ്ങൾക്ക് എന്തോ ബോധമുണ്ടോ? നിങ്ങളുടെ പാരൻസ് കഷ്ടപ്പെട്ട് ട്യൂഷൻ സെൻ്ററുകളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവർ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ മദ്രസയിലൂടെ മതപരമായിട്ടുള്ള പഠിക്കുന്നവരുണ്ട്. സ്കൂളിൽ ചെന്നുകൊണ്ട് പരീക്ഷകൾ എഴുതുന്നു, സ്കൂളിൽ വൈകുന്നേരം വരെ. നിങ്ങൾ എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ടയേർഡായിട്ട് വീണ്ടും ഹോംവർക്കുകളും അസൈൻമെൻറ്റുകളും സെമിനാറുകളും അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്, മാർക്ക് കുറയടാ. ആർക്കാ മാർക്ക് കുറയുക? കറക്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ മാർക്ക് കുറയും. ഇന്നലെ ഒരു സ്റ്റുഡൻറ്റ് എന്നോട് ട്യൂഷൻ ചോദിച്ചു, സാർ ട്യൂഷൻ എടുക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇനി ഞാനൊരാഴ്ച ലീവ് എടുക്കട്ടെ എന്താണെന്ന് ചോദിച്ചു. അല്ല സാർ എന്തായാലും ലൈവ് ക്ലാസ്സൊക്കെ ചെയ്യല്ലോ, ലൈവ് കണ്ടാൽ മതിയല്ലോ. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു, ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ അഡ്മിൻ പറയട്ടെ, ലൈവ് മാത്രം കണ്ടാൽ മതി A+ കിട്ടാൻ എന്ന് പറയട്ടെ. ലൈവ് മാത്രം മതി A+ കിട്ടാൻ, ബാക്കിയും കൂടി പറയും. കൃത്യമായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്കടാ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ യൂട്യൂബിലെ ലൈവ് കയറി കണ്ടാൽ A+ കിട്ടൂല. അത് ഫോളോ അപ്പ് ചെയ്യണം. അവരെന്ത് പഠിപ്പിച്ചു, അതിൽ അവരെന്ത് പറയാതിരിക്കുന്നു. ഒരു ടെക്സ്റ്റ് ബുക്ക് ഓണപ്പരീക്ഷ എന്ന് പറയുന്നത് മെയിൻ എക്സാം പോലെയല്ല. 2.5 ചാപ്റ്റേഴ്സ്. ഇപ്പോൾ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ 2.5 ചാപ്റ്റേഴ്സേ ഉള്ളൂ. 2.5 ചാപ്റ്ററിൽ നിന്ന് 40 മാർക്കിന് അവർക്ക് ചോദിക്കണം. ഓവർ ക്വസ്റ്റ്യൻസ് അടക്കം 50 മാർക്കിന് ചോദിക്കണം. മെയിൻ എക്സാമിനോ 7 ചാപ്റ്ററിൽ നിന്ന് 50 മാർക്കിന് ചോദിച്ചാൽ മതി, മാറ്റേണ്ടത്. അപ്പോൾ മുക്കിന്നും മൂലെന്നും ക്വസ്റ്റ്യൻ വരാം. നിങ്ങൾ ആരെങ്കിലും കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും ബയോളജിയുടെ ഒക്കെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചോ? അപ്പം നിങ്ങൾ പറയും, ഓ എന്ന് പറയും, ചേമ്പാണ്.
നിങ്ങൾ ആരെങ്കിലും ലെറ്റ് അസ് ആസസ് എന്ന് പറയുന്ന ഭാഗം, തുടർ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗം, വിലയിരുത്താം എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ എടുത്ത് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്ത് നോക്കിയോ? നിങ്ങൾക്ക് ഇപ്പോഴുള്ള പഠനം വെച്ചിട്ട് ഫിസിക്സിൻ്റെ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങളിലെ തുടർ പ്രവർത്തനങ്ങളൊന്നും ചെയ്തു നോക്ക്. നിങ്ങൾ അതിൽ കിട്ടാത്ത 2-3 ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ ചെയ്യാത്ത ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻസുകൾക്ക് വേണ്ടി തിരയുകയാണ്, ക്ലാസ്സുകൾക്ക് വേണ്ടി തിരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കറക്റ്റ് ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഇനിയെങ്കിലും നീ പൊട്ടുമെന്ന് നീ മനസ്സിലാക്കുക. ഓണപ്പരീക്ഷയുടെ പേപ്പർ കയ്യിലേക്ക് തരുമ്പോൾ നിൻ്റെ പാരൻ്റ് നിന്നെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തല്ലുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്. ഓക്കെ, അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തരാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് സെപ്റ്റംബർ 3-ാം തീയതി അല്ലേ? സെപ്റ്റംബർ 3-ാം തീയതിയുടെ തലേ ദിവസമാവുമ്പോഴേക്ക് നിങ്ങളെ സെറ്റാക്കി ഹാളിലേക്ക് എത്തിച്ചു തന്നാലോ? നിങ്ങളെ എക്സാമിന് മുന്നേ നിങ്ങൾക്ക് എന്ത് പഠിക്കാനുണ്ടോ അതെല്ലാം പഠിപ്പിച്ചു തന്ന്, എല്ലാ ഭാഗങ്ങളും പഠിക്കുന്നതിന് പകരം വേണ്ടത് മാത്രം പഠിച്ച്, ഓണപ്പരീക്ഷ ചോദ്യപേപ്പറിലെ ഏതൊരു ചോദ്യവും ഞാൻ ഇപ്പം അടുത്ത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന മൈൻഡിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചു തരട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ, ഇവിടെ ഞാൻ SSLC ഓണപ്പരീക്ഷ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നേരത്തെ പഠിക്കാം MS-നൊപ്പം. ഇത് ഞാൻ വെറുതെ ഒരു പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ്. എനിക്കിപ്പോൾ നിങ്ങളുടെ 500 രൂപ കിട്ടിയത് കൊണ്ട് വലിയ നേട്ടമില്ല. കാര്യം അതിൻ്റെ GST 18% എടുത്താൽ വലിയൊരു പൈസ ഉണ്ടാവുക. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഒരു 500 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി ഈ 6ഓളം സബ്ജക്റ്റുകളുടെ ടോട്ടൽ മാർക്ക് വരുന്ന 320ൻ്റെ മുകളിൽ ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് 320 ഞാൻ സെറ്റാക്കി തരാം. 320 ഔട്ട് ഓഫ് 320 ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇപ്പം തന്നെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഈ കാണുന്ന മൊബൈൽ നമ്പറുകളിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങൾ അവരോട് പറയുക MS-ൻ്റെ വീഡിയോ കണ്ടു വന്നതാണ്, ഓണം എക്സാമിന് മാർക്ക് കുറയുമെന്നുള്ള വീഡിയോ കണ്ടുവന്നതാണ്. എനിക്ക് മാർക്ക് കുറയാൻ പറ്റില്ല. എൻ്റെ പാരൻസിൻ്റെ മുമ്പിൽ എനിക്ക് എൻ്റെ കഴിവ് തെളിയിക്കണം. എൻ്റെ ക്ലാസ് റൂമിലെ 60ഓളം വരുന്ന കുട്ടികൾക്കിടയിൽ ആദ്യത്തെ 10ഓളം സ്റ്റുഡൻറ്റിൻ്റെ ആ ഒരു ടീമിൽ ഞാൻ ഉണ്ടായിരിക്കണം. എനിക്ക് മാർക്ക് കിട്ടിയേ പറ്റുള്ളൂ. MS ഒരു പ്ലാനുമായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടു. എനിക്ക് ആ പ്ലാന് വേണം സാർ. നിങ്ങൾ പറയുക, മെസ്സേജ് അയക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ വാട്സപ്പ് ത്രൂ പറഞ്ഞു തരാം. ഈ പറയുന്ന 3 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 70 12 67 00 55, 62 82 66 30 09, 80 75 12 50 31. ഇതിലേത് നമ്പറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, 10 മണിയുടെ മുന്നേ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. ഓക്കെ, കോള് നിങ്ങൾക്ക് കോളിൻ്റെ സമയം രാവിലെ 9-ക്ക് ശേഷം നിങ്ങൾ തിരിച്ച് വിളിച്ചേക്കാം. പക്ഷേ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റിപ്ലൈ കിട്ടും. ആ ഒരു MS-ൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങളെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ വേണ്ടത് പഠിപ്പിക്കുക. ഓണപരീക്ഷയ്ക്ക് നിങ്ങളെ ക്രാക്ക് ചെയ്യിപ്പിച്ച് തരാം. ഒരു ബെസ്റ്റ് പരിപാടിയുണ്ട്, അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, സോ മെസ്സേജ് അയക്കൂ. ബാക്കി നമുക്ക് കാണാം. പിന്നെ MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാർ വെറുതെ ഫോളോ ചെയ്യാണ്ട് നിൽക്കേണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളും ഒക്കെ, ടീച്ചേഴ്സിൻ്റെ വോയിസുകളാണെങ്കിലും മെസ്സേജുകളാണെങ്കിലും ഒക്കെ, പ്രധാനപ്പെട്ട PDF-കളാണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനലും കമ്മ്യൂണിറ്റി ചാനലും തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? സോ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയണം, സർ ഐ ആം റെഡി, ഞാൻ റെഡിയാണ് സാർ, ഞാൻ മെസ്സേജ് അയച്ചോ എന്ന് നിങ്ങൾ പറയണം. റെഡിയല്ലടാ? യെസ്, ഞാൻ റെഡിയാണ് നിങ്ങളുടെ കൂടെ വരാൻ. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.